നല്ല പടമായിരുന്നു ബ്രോ. നല്ല ഞാൻ പഴയ പടം വെച്ച് നോക്കുമ്പോൾ പഴയ പടം വെച്ചാൽ ഫാർ ബെറ്റർ ആണ്. നല്ല പടമാണ്. പ്രത്യേകിച്ച് ആ ഇൻസ്റ്റയിൽ ആമീൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ ഗ്യാങ്ങൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി ഇമ്പാക്ട്ഫുൾ മൂവി. ഡാനിയൻ്റെ ഒരു തിരിച്ചുവരവൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഒട്ടും ഒരു ലാഗില്ലാത്തൊരു സിനിമ, നല്ല കഥ, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ നൈറ്റ് ഷോട്ട്സൊക്കെ അടിപൊളിയാണ്. താങ്ക് യു. ഒന്നും ഇല്ലല്ലോ, എല്ലാം തമാശയല്ലേ. ഇതപ്പം നല്ലൊരു ഡിക്റ്റേറ്റീവ് സിനിമ. അതിൻ്റെ ആ സിനിമറ്റോഗ്രാഫിയും ഫ്രെയിമിങ്ങും കളർ പാറ്റേണും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡാനിൻ്റെയും, പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കോട്ടയം നസീറിൻ്റെ അച്ഛൻ റോളിലുള്ള ഒരു പക്ഷേങ്കിൽ നല്ല അച്ഛൻ റോളൊക്കെ ഇനി കിട്ടട്ടെ എന്ന് ആശംസിക്കും. സിജു വിൽസൺ ഒക്കെ ഉണ്ട്. എങ്ങനെയാ എല്ലാം മറ്റേ യൂണിവേഴ്സ് ഒക്കെ ചേർന്നാ ലാസ്റ്റ് ഒരു അല്ല അതൊന്നും ഇതിൽ പറയുന്നില്ല. അതായത് മറ്റേ ധ്യാനാണെങ്കിലും സിജു വിൽസൺ ആണെങ്കിലും പുള്ളിയുടെ ഫൈറ്റ് ഒക്കെ കൊള്ളാം, നല്ല രസമാണ്. ധ്യാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയാണ്. ഒരു കോമഡി ഓറിയന്റഡ് ആണോ അല്ല ത്രില്ലർ? കോമഡി ഉണ്ട്, അല്ലാണ്ട് കുറച്ച് അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ലൈക്ക് അങ്ങനത്തെ കോമഡി ഉണ്ട്. തിയേറ്റർ വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സിനിമ നല്ല ക്വാളിറ്റി സിനിമയാണല്ലേ? കാണാൻ പറ്റില്ല. ഒരു കാര്യം കിട്ടുന്നില്ല. നോർമലി പോകുന്നൊരു പടമാണ്. പിന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ധ്യാനയാണ്. പക്ഷെ ഇത് തികച്ചും ഒരു സീരിയസ് റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ടിങ് കൊള്ളാം. ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ലോ പേസിലാണ് ഈ പടം പോകുന്നത്. അങ്ങനെ യൂഷ്വൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഉണ്ട്. അടുത്ത വർഷം അത് കാണാം. നല്ല ഒരു ത്രില്ലിംഗ് ആണ്. കൊള്ളാം, നല്ല പടം. പിന്നെ വലിയ വോ ഫാക്ടർ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ധ്യാൻ നന്നായിട്ടുണ്ട്. ബാക്കി പടങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്.